നമസ്കാരം. വെനസ്വേലയിലെ US നീക്കം ലോകത്തെ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്കയിലാണ് ലോകം. മഡൂറോയെ വെനസ്വേലയിൽ എത്തി പൊക്കിയ അമേരിക്കൻ ശൈലി ഭാവിയിലും ആവർത്തിക്കുമെന്ന ആശങ്ക ലോകത്തിനുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വെനസ്വേലയുടെ സഖ്യകക്ഷിയായ ഉത്തര കൊറിയയും കരുതലെടുക്കുകയാണ്. തങ്ങളെ തൊട്ടാൽ കളി മാറുമെന്ന സന്ദേശം നൽകുകയാണ് ഉത്തര കൊറിയ. US നീക്കത്തിന് പിന്നാലെ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ച് ശക്തി പ്രകടിപ്പിച്ച ഉത്തര കൊറിയ ഈ സൂചന കൃത്യമായി നൽകി. ഏകദേശം 900 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച മിസൈലുകൾ കൊറിയൻ ഉപദ്വീപിനും ജപ്പാനും ഇടയിലുള്ള സമുദ്രഭാഗത്താണ് പതിച്ചത്. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് ചൈന സന്ദർശിക്കാനിരിക്കുന്ന വേളയിലാണ് മിസൈൽ പരീക്ഷണം. തങ്ങളുടെ സഖ്യകക്ഷിയായ വെനസ്വേലയുടെ പ്രസിഡന്റിനെതിരായ US നീക്കം കിം ജോങ് ഉൻ ഭരണകൂടത്തെ അസ്വസ്ഥരാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. USന്റെ ഭാഗത്തു നിന്നുള്ള ഏതൊരു ഭരണമാറ്റ നീക്കത്തെയും ആണവായുധങ്ങൾ ഉപയോഗിച്ച് പ്രതിരോധിക്കുമെന്ന ശക്തമായ സന്ദേശമാണ് മിസൈൽ വിക്ഷേപണത്തിലൂടെ ഉത്തര കൊറിയ നൽകുന്നത്. വെനസ്വേലയിലെ സൈനിക ഇടപെടൽ തങ്ങളുടെ സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് ഉത്തര കൊറിയ കരുതുന്നു. ആണവായുധങ്ങൾ ഉപേക്ഷിക്കുന്നത് ആത്മഹത്യപരമാണെന്ന ഉത്തര കൊറിയയുടെ വിശ്വാസം കൂടുതൽ ഉറച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ US സൈന്യം അറസ്റ്റ് ചെയ്തത് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള ഏറ്റവും ഗുരുതരമായ ലംഘനമാണെന്ന് ഉത്തര കൊറിയൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. വാഷിംഗ്ടണിന്റെ ക്രൂരവും കിരാതവുമായ സ്വഭാവമാണ് ഒരിക്കൽ കൂടി വെളിപ്പെട്ടിരിക്കുന്നതെന്ന് ഉത്തര കൊറിയയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA റിപ്പോർട്ട് ചെയ്തു. രാജ്യാന്തര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഇത്തരം അധിനിവേശ നടപടികൾ അംഗീകരിക്കാനാവില്ലെന്നും ഉത്തര കൊറിയ വ്യക്തമാക്കി. അതേസമയം വെനസ്വേല സർക്കാരിനെ അട്ടിമറിക്കുന്ന നീക്കത്തിൽ നിന്നും US പിന്മാറണമെന്നും പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ ഉടൻ വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ട് ചൈന രംഗത്തെത്തി. മഡൂറോയെയും ഭാര്യയും ഉടൻ മോചിപ്പിക്കണമെന്നും ചൈന USനോട് ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയും ഭാര്യയും അമേരിക്ക ബലമായി പിടികൂടി രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയതിൽ ചൈനക്ക് അടുത്ത ആശങ്ക പ്രകടിപ്പിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. അന്താരാഷ്ട്ര ചട്ടങ്ങൾ, അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ അടിസ്ഥാന മാനദണ്ഡങ്ങൾ, UN ചാർട്ടറിന്റെ ഉദ്ദേശങ്ങളും തത്വങ്ങളുമെല്ലാം വ്യക്തമായി ലംഘിക്കുന്നതാണ് USന്റെ ഈ നടപടിയെന്ന് മന്ത്രാലയം വിമർശിച്ചു. പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെയും ഭാര്യയുടെയും സുരക്ഷ ഉറപ്പാക്കാനും അവരെ ഉടൻ മോചിപ്പിക്കാനും വെനസ്വേല സർക്കാരിനെ അട്ടിമറിക്കുന്നത് നിർത്താനും സംഭാഷണങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ചൈന അമേരിക്കയോട് ആവശ്യപ്പെടുന്നുവെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മഡൂറോയുടെ അറസ്റ്റും സർക്കാരിന്റെ പതനവും ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ഹ്യൂഗോ ഷാവേസിന്റെ കാലം മുതൽ വെനസ്വേലയുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ് ചൈനീസ് ഭരണകൂടങ്ങൾ. ഇരു രാജ്യങ്ങളും തമ്മിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾക്കിടയിൽ ഊർജ്ജ സഹകരണം, ലാറ്റിൻ അമേരിക്കയിലെ US നിലപാടുകളെ പരസ്യമായി എതിർക്കൽ, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ഐക്യപ്പെടൽ എന്നീ മേഖലകളിലെ സഹകരണം തുടർന്നിരുന്നു. അതേസമയം USന്റെ കസ്റ്റഡിയിലുള്ള നിക്കോളാസ് മഡൂറോയെ യൂറോപ്യൻ യൂണിയൻ നിശ്ചിതമായി വിമർശിച്ചു. മഡൂറോ പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നത് നിയമവിരുദ്ധമായാണെന്ന് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ പ്രതികരിച്ചു. 2024 മഡൂറോയുടെ തിരഞ്ഞെടുപ്പ് വിജയം യൂറോപ്യൻ യൂണിയൻ തള്ളിക്കളഞ്ഞിരുന്നുവെന്നും യൂറോപ്യൻ യൂണിയനിലെ ഉന്നത നയതന്ത്രജ്ഞനായ കായ കല്ലസ് പറഞ്ഞു. മയക്കുമരുന്ന്, ഭീകരവാദ ഗൂഢാലോചന, കൊക്കൈൻ ഇറക്കുമതി ഗൂഢാലോചന, മെഷീൻ ഗണ്ണുകളും വിനാശകരമായ മറ്റ് ആയുധങ്ങളും കൈവശം വെക്കൽ, അമേരിക്കയ്ക്കെതിരെ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് നിക്കോളാസ് മഡൂറോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് US അറ്റോർണി ജനറൽ ഇന്നലെ വിശദീകരിച്ചിരുന്നു. അതേസമയം വെനസ്വേലയിലെ സംഭവ വികാസങ്ങളിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. വെനസ്വേലയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും ഇന്ത്യ പിന്തുണ അറിയിക്കുന്നുണ്ട്. മേഖലയിലെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കി സംഭാഷണത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബന്ധപ്പെട്ട എല്ലാവരും ശ്രമിക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. മേഖലയിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.